ഹായ് എവ്രി വൺ, ദീപയാണ് കേട്ടോ. ഇന്നലെ രാത്രി എനിക്കും ഏട്ടനും മീനിൻ്റെ തലയും മുള്ളും കഴിക്കാൻ തോന്നി. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാളയത്തെ കണ്ണിമാറ മാർക്കറ്റിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഫുൾ ഇടിച്ചിട്ടേക്കായിരുന്നു കേട്ടോ. ചോദിച്ചപ്പോൾ കുറച്ച് താഴേക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ദേ ഇതാണ് ഞാൻ വാങ്ങിയ മീൻ, വേളാപ്പാര. ഒരബദ്ധം പറ്റി, മീൻ കട്ട് ചെയ്ത് മേടിക്കേണ്ടതായിരുന്നു. ഞാനും ഏട്ടനും കൂടെ വളരെ കഷ്ടപ്പെട്ട് ഇടികല്ലും വെട്ടുകത്തിയും പിച്ചാത്തിയും കത്രികയൊക്കെ ഉപയോഗിച്ച് മീൻ കട്ട് ചെയ്തെടുത്തായിരുന്നേ. എനിക്ക് രാത്രി തന്നെ കറി വെച്ച് കഴിക്കാതെ ഒരു സമാധാനവും കിട്ടത്തില്ല. കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസസ് എടുത്ത് അതിനുള്ളിലേക്ക് മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക്, മീനിൻ്റെ അരപ്പ്, കല്ലുപ്പ്, കറിവേപ്പില, ഒരു 2-3 പീസ് കുടംപുളിയും കൂടെ ഇട്ട് കലക്കി വേഗം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഞാൻ ഇതിന് മുന്നേ തന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടേ കുറച്ച് പീസസ് എടുത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇതിൻ്റെ ദശ വളരെ സോഫ്റ്റ് ആയതുകൊണ്ടേ നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാം. മീനൊക്കെ നല്ല തിള വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നില്ലേ, അയവ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ. ഇതെന്തിനാണെന്നറിയോ, കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുഞ്ഞുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് ഇച്ചിരി വാടി വന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് മീനിൻ്റെ മുട്ടയിട്ട് ചിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിന് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു. 10 മിനിറ്റ് എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മീനിലേക്കുള്ള താളിപ്പൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ഒരിച്ചിരി മുളക് പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് മീനിലേക്ക് താളിച്ചൊഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ മീനിൻ്റെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. അങ്ങനെ അതും റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിംഗ് ഓൾവേസ്.